MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 4 മണി ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്. ഇതിനായി 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാനുള്ളതാണ്. 1.5 കപ്പ് വറുത്ത കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി വറുക്കാത്തതാണെങ്കിൽ വറുത്ത് തൊലി കളഞ്ഞെടുക്കണം. ഇനി വേണ്ടത് 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ്. ശർക്കര 200 ഗ്രാം. ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ എള്ള്. ഈ ചീനച്ചട്ടിയിൽ നമുക്ക് ഗോതമ്പ് വറുത്തെടുക്കാം. കഴുകി ഊറ്റിയെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി എള്ളുകൂടി വറുത്തെടുക്കാം. എള്ള് പെട്ടെന്ന് തന്നെ പൊട്ടി വരൂ. ഇതും പാത്രത്തിലേക്ക് മാറ്റാം. ഗോതമ്പ് നന്നായി ആറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ഒരു തരിയോടുകൂടി പൊടിച്ചാൽ മതി. ഇനി കപ്പലണ്ടി കൂടി പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് അരിച്ചൊഴിക്കാം. ഇതധികം വറ്റിക്കേണ്ട, പാകത്തിന് കുറുകിയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കാം. എള്ളുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതധികം ഡ്രൈ ആയി പോകരുത്. ശർക്കര പാനി അധികം വറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം. ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ നനഞ്ഞ ഒരു പരുവമാണ് വേണ്ടത്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു മോൾഡിലാണ് ഇത് ഷേപ്പ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയ സ്റ്റീലിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഉരുളകളാക്കിയോ നമുക്കിത് ഉണ്ടാക്കാം. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.